ഓ ഇതൊക്കെ ഒരു പെൺകുട്ടിയാണോ എന്നുള്ള ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരം സംഘങ്ങളിലേക്ക് വീട് പോകുക. സ്മോക്കിംഗ്, ഓക്കെ, വ്യഭിചരിക്കുക, തുടക്കത്തിലേ പറയേണ്ടത് മഹാപാപമാണ്. അതൊന്നും നമ്മൾ ചെയ്യൂല. എന്നാലും സൊസൈറ്റിയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടി അതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നോ പറയേണ്ട സന്ദർഭത്തിൽ നോ പറയാനുള്ള തന്റെ ഇടം, അസർട്ടീവ്നെസ് എന്ന് പറയും. അസർട്ടീവ്നെസ്, എടാ വാടാ വാടി എന്ന് പറയുമ്പോ അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നതിന് പകരം സേ നോ, അത് പറയാനുള്ള ഒരു വിൽ പവർ, അത് നമ്മൾ പ്രാക്ടിക്കലി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം. എല്ലാവർക്കും ഉണ്ടോ? പറയാൻ പറ്റണത്, നോ പറയേണ്ടത് നോ പറയാനുള്ള കപ്പാസിറ്റി വേണം. യെസ്, വെരി ഗുഡ്. കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുക. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ. എല്ലാവരും ചെയ്യാനല്ല പഠിച്ചോ നമ്മളെ പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടേതായ വ്യതിരിക്തതകളുണ്ട്, നമുക്ക് നമ്മുടേതായ പ്രത്യേകതകളുണ്ട്. ബി ഫസ്റ്റ്, ബി ഗ്രേറ്റ് ഓർ ബി ഡിഫറെന്റ് എന്ന് പറയാറുണ്ട്. നമ്മൾക്ക് ഫസ്റ്റ് ആകാൻ പറ്റിക്കോളുന്നില്ല, അതല്ലെങ്കിൽ ബെസ്റ്റ് ആകാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഡിഫറൻസ് കിട്ടാൻ പറ്റും. എല്ലാവരും ചെയ്യാനല്ല നമ്മളെ വീട് പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാവരും പഠിക്കും, ഞാൻ ചോട്ടതല്ല. എല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടത് ചെയ്യാൻ പാടില്ല. യെസ്, ആരും പറഞ്ഞത് ഓക്കെ. മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങിനെ അനാവശ്യമായ വിമർശനം. ഒരാളുടെ തെറ്റുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവരോട് ചെന്ന് പറയാം. അപ്പൊ അവർക്ക് മനസ്സിലാവും, തിരുത്തിക്കോട്ടെ.